അപ്പോൾ നമ്മളിന്ന് ഒരു മിക്സിൻ്റെ ബുഷ് മാറ്റുന്നത്, മോട്ടോറിൻ്റെ ബുഷ് എങ്ങനെ മാറ്റാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു സൈഡിൽ ബ്രഷ് ഹോൾഡർ ഉണ്ടാവും, ആ ബ്രഷ് ഹോൾഡർ അഴിച്ചു മാറ്റണം, എന്നെങ്കിൽ അതിൻ്റെ അവിടുത്തെ ബുഷ് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം ബ്രഷ് ഹോൾഡർ അഴിച്ചു മാറ്റുന്നത്. രണ്ട് കവറിങ് ഉണ്ടല്ലോ, അതിലൊന്ന് ഇപ്പോൾ അഴിച്ചു വെച്ചിട്ടുണ്ട്, അത് പ്രശ്നമല്ല. ആ ബ്രഷ് ഉള്ള ഭാഗത്തെ ബ്രഷ് ഹോൾഡർ അഴിച്ചു മാറ്റണം. നമ്മൾ ബ്രഷ് ഹോൾഡർ അഴിച്ചു മാറ്റി ഒരു സൈഡും എടുത്തു. അതിനുശേഷം കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് അത് ക്ലീൻ ചെയ്യുക. അതിൽ കാർബൺ ഡസ്റ്റും അങ്ങനെ പലതും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അപ്പം നമുക്ക് മനസ്സിലാവില്ല, ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണയും നമ്മൾ ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട്, ടൂത്ത് ബ്രഷോ പഴയ ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ ബ്രഷോ അതെല്ലാം ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുള്ള ഡസ്റ്റെല്ലാം കളയാം. ആ കാർബൺ ഡസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും, അതെല്ലാം കളയാം, ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളിതിന് ഈ ബുഷ് ഒന്ന് ടിൽറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഡയറക്റ്റ് ആയില്ലത്, അത് ടിൽറ്റ് ചെയ്താലേ നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് നമുക്ക് അതിനെ ടിൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ത്രൂ ഔട്ട് ബ്ലോക്ക് ആവും. അപ്പോൾ അവിടെ നമുക്ക് ആണി വെച്ച് അടിച്ചിങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതാ ചെയ്യുന്നത്. ബുഷിനൊന്ന് ടിൽറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രോസായി. ഇനി നമ്മൾ ബാക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ആണി വെച്ച് അടിച്ചാൽ കിട്ടും. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇത് ഇൻഡാലിയോ അങ്ങനെ ബലമില്ലാത്ത മെറ്റലായിരിക്കും, അതുകൊണ്ട് അടിയിലൊരു സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് കൊടുത്തിട്ട് ആ സാധനം കൊണ്ട് വീഴത്തക്കത്തിൽ സപ്പോർട്ടായിരിക്കണം. ഒരു ആണി വെച്ചിട്ട് ഒന്ന് അടിക്കുക, അപ്പോൾ അത് ഉരി വരും. അപ്പോൾ അത് ഉരി വന്നു ഉണ്ടോ. ഇതാണ് എൻ്റെ പഴയ ബുഷ്. ഇത് നമ്മൾ എടുത്തുകൊണ്ട് ഇനി ഇതിൻ്റെ സൈസ് അറിയണം, അതിന് നമ്പർ ഉണ്ടാവും, അത്ര നോക്കാം നമുക്ക്. അത് 0.48 അതിൻ്റെ സൈസ്. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഇത് എടുക്കുകയും വേണം. മിക്സിൻ്റെ കമ്പനി ഏതാണെന്ന് അറിഞ്ഞത് നല്ലതാണ്, ഇത് പുതിയ വാങ്ങിക്കാൻ പോകുമ്പോൾ. ഒന്നുകൂടി അത് ഇനി നമുക്ക് പുതിയ മറ്റേത് അതേമാതിരി അഴിച്ച് ഞാൻ രണ്ടെണ്ണം കാണിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് പുതിയത്, ഇത് പഴയത്. അപ്പോൾ ഈ പുതിയ ഒന്ന് ഓയിലിൽ ഡിപ്പ് ചെയ്യണം. നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഓയിലിൽ ഡിപ്പ് ചെയ്യുക. എന്തെങ്കിലും ഓയിലിൽ, നമ്മളേതെങ്കിലും ഒരു ഓയിലിൽ ഡിപ്പ് ചെയ്യുക. അത് ഈസി ആയിട്ട് ഇടാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഊരിയത്, അതിനെ ടിൽറ്റ് ചെയ്തിട്ടില്ല ഊരിയത്, അതേ ടിൽറ്റ് ചെയ്ത പൊസിഷനിൽ വെക്കുക. അപ്പോൾ രണ്ട് സൈഡ് ഉള്ളിലേക്ക് കയറത്തക്ക വിധത്തിലും രണ്ടെണ്ണം പുറത്തേക്ക് അകന്ന് വരത്തക്ക വിധത്തിൽ പൊസിഷനിൽ അത് വെക്കുക. അതിന് 4 ഹോൾഡിങ് ഇതുണ്ടാവും, അതിലേക്ക് അങ്ങനെ വെക്കുക. അതിനുശേഷം ഹാമർ ചെയ്യുക. അപ്പോൾ അത് ഒന്ന് ഇറങ്ങി വരും. അതിനുശേഷം അതിനെ ആദ്യം ടിൽറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഊരിയത് അതേപോലെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ആണിയോ എന്തെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് അതിനങ്ങോട്ട് തിക്കി മാറ്റുക, അതിൻ്റെ പൊസിഷൻ മാറ്റുക. അതിനുശേഷം ഹാമർ എടുത്ത് ചെറുങ്ങനെ അടിച്ച് പൊസിഷനാക്കുക. ഓക്കെ, അപ്പോൾ ഇതേ പൊസിഷനായി. നമ്മൾ എങ്ങനെയാണോ അഴിച്ചത് അതേ രീതിയിലാണ് നമ്മൾ ബുഷ് ഇടുക. അതിനുശേഷം കുറച്ച് ഓയിൽ, ലൂബ്രിക്കേഷൻ, അതിൻ്റെ ഫെൽറ്റിലെല്ലാം പിടിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ കൊടുക്കുക. ഈ ഒരു സൈഡിലത്തെ ബുഷ് നമ്മൾ മാറ്റി, ഇനി അടുത്ത സൈഡ് നമുക്ക് നോക്കാം.
അടുത്ത സൈഡാണ്. അതേ രീതിയിൽ ബുഷ് ഓയിൽ ഡിപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം രണ്ട് ഹോൾഡർ ഉള്ളിലേക്ക് വരത്തക്ക വിധത്തിലും ഒന്ന് പുറത്തേക്കൂടെ അകന്ന് കയറത്തക്ക വിധത്തിലും പൊസിഷനിൽ വെച്ചു. ഊരി അതേ പൊസിഷനിൽ. അതിനുശേഷം ഹാമർ ചെയ്യുക, ഒന്ന് ചെറുങ്ങനെ ഹാമർ ചെയ്യുക. അതൊന്ന് അമർന്നു. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ മാറ്റുക. ഒരാണിയോ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റുക. ഹാമർ ചെയ്യുക. അപ്പോൾ അത് പൊസിഷനായി. ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടരുത്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയില്ല മെറ്റലാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഒന്ന് ചെറുങ്ങനെ ഹാമർ ചെയ്ത് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. ഇതിങ്ങനെ ഇടുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ ഹോൾഡർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇതുമാതിരി ചെറുങ്ങനെ ഒന്ന് അമർത്തുക. ആവശ്യമില്ല, ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നു. ഒന്ന് എല്ലാ സൈഡും ഒന്ന് അമർത്തുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ആവശ്യമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യാം വേണമെങ്കിൽ. ഇത് രണ്ടിൻ്റെയും നമ്മൾ ബുഷ് മാറ്റി, രണ്ട് ഫ്രണ്ടും ബാക്കും എൻഡ് ബുഷ് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ സാധാരണ മിക്സിൻ്റെ ബുഷ് ചേഞ്ച് ചെയ്യുക. ഈസിയാണ്, ആർക്കും ചെയ്യാം, ഒരു പണിയുമില്ല. ഇത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നതാണ് ഈസി, വളരെ ഈസിയാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു.